കാനായിലെ കല്യാണ വിരുന്നിൽ വീഞ്ഞ് തീർന്നു പോയതും നമ്മുടെ കർത്താവ് പച്ചവെള്ളത്തെ വീഞ്ഞാക്കി അതിഥികൾക്ക് നൽകിയതും നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായത്തിൽ ഇത് പൂർണ്ണമായും വെളിപ്പെടുത്തുന്നു. ആ ദൈവം, പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയ ദൈവം ഇന്നും നമ്മളുടെ ഇടയിൽ ജീവിച്ചിരിക്കുന്നുവെന്നും നമ്മളുടെ ആവശ്യങ്ങൾ എന്തുതന്നെയായാലും, മക്കളുടെ വിദ്യാഭ്യാസത്തിനോ മക്കളുടെ വിവാഹ ആവശ്യത്തിനോ നമ്മളുടെ കടഭാരങ്ങൾക്കോ എന്തിനു തന്നെയായാലും ആ ദൈവത്തോട് ഇന്നും നമ്മൾക്ക് പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ വിശ്വാസത്തോടെ അപേക്ഷിക്കാമെന്നും തീർച്ചയായും ആ ദൈവം നമ്മളുടെ ആവശ്യങ്ങൾ ഇന്ന് നിറവേറ്റി യോഗ്യനാണെന്നും തീർച്ചയായും അത് നിറവേറ്റി തരുമെന്നും നമുക്ക് പൂർണ്ണമായും വിശ്വസിക്കാം. ആ ദൈവത്തോട് അപേക്ഷിക്കാൻ പറ്റിയ ഏറ്റവും നല്ല വചനഭാഗമാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. വചനം ഇങ്ങനെ പറയുന്നു. 2-ാം അധ്യായം പൂർണ്ണമായും വായിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മൾക്ക് കൂടുതൽ ഉപകാരപ്രദമായിരിക്കും. 7 മുതൽ 11 വരെയുള്ള വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ട് ചെല്ലുവിനെന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകൻ അറിഞ്ഞിരുന്നു. അവൻ മണവാളിനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. ആമേൻ.